പാഴ്സനേജ് കമ്മ്യൂണിറ്റി ആദരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പാസ്റ്റർ സുനിൽ രാജ്. വെള്ളറട കോവിലൂരിൽ പാസ്റ്റർ നെൽസൺ മകനായി. ജനനം 27 വർഷമായി. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ സഭാ ശുശ്രൂഷയും പൊതു ശുശ്രൂഷയും ചെയ്തു വരുന്നു. ഭാര്യ, 2 മക്കൾ. മൂത്ത മകൻ ബ്ലസൻ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ ബെറിൻ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. വളരെ അനുഗ്രഹീതനായ ഈ കർത്താവിൻ്റെ ദാസനെ ആദരിക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഇസ്രായേൽ പൗലോസ് അവരുകളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ രാജ് അവരുകൾ ആദരവ് ഏറ്റുവാങ്ങുകയും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മോട് ഷെയർ ചെയ്യുവാനുമായിട്ടിടയായിത്തീരും. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പാർസനേജ് കൂട്ടായ്മയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, വേദിയിലും മുൻനിരയിലും ഇരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവ് പാസ്റ്റർ നെൽസൺ വെള്ളട കോവിലൂരെന്ന് പറയുന്ന ദേശത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ദീർഘനാളുകൾ. ഇന്ന് അദ്ദേഹത്തിന് 76 വയസ്സ് പ്രായമുണ്ട്. ഇന്നും സിയോൺ സംഘം ദൈവസഭയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അദ്ദേഹത്തിന് 4 മക്കളാണ്. 3 പെൺമക്കൾ, 1 ആൺമകൻ. അതാണ് ഞാൻ. എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിങ്ങവനം ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനായി അദ്ദേഹം കൊണ്ടുവിടുകയും എൻ്റെ പഠനാനന്തരം തുടർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനും ഞങ്ങൾ പിന്നെ കുടുംബമായി 1987 കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ ഉള്ള അവസരം ഒരുക്കി തന്നു. എന്നാൽ 2000 കർത്താവിൻ്റെ വേല ആരംഭിക്കുവാൻ തുടങ്ങി. അവിടെയെല്ലാം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പിതാവും എൻ്റെ മാതാവും വളരെയധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ അമ്മ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് അമ്മ കട്ടിലിരുന്ന് വളരെ ശക്തമായിട്ട് എനിക്ക് വേണ്ടി കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നൊരു അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തൂടെ ഞാനിവിടെ ഇരുന്നപ്പോൾ ഓടി വരികയാണ്. ഞാൻ എന്തിലേക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ തലമുറ ഒരിക്കലും വഴിപിഴച്ചു പോകത്തില്ല. അതൊരു അനുഭവമാണ് പ്രിയരെ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ 2 മക്കളെയും +2 പഠനം കഴിഞ്ഞ ഉടൻ തന്നെ മൂത്തയാളിനെ ബൈബിൾ കോളേജ് പഠനത്തിലോട്ട് അയക്കുവാനിടയായി. നിലമ്പൂർ ഫോക്കസ് ഇന്ത്യ ബൈബിൾ കോളേജിൽ 3 വർഷവും പഠനവും കഴിഞ്ഞ് അവൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസവും കഴിഞ്ഞ് അവൻ തുടർന്ന് ഇന്നിവിടെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന മൂത്ത മകനായിരുന്നു. അവനിന്ന് കർത്താവിൻ്റെ വേലയിൽ പിതാവിനോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. കർത്താവ് 2ാമത്തെ മകനെ തന്നു. അവനും +2 വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ഉടൻ തന്നെ അവനോട് പറഞ്ഞു, നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ്. അവനെ ചെറുവക്കൽ IPC ബൈബിൾ കോളേജിൽ ഇപ്പോൾ 3ാമത്തെ വർഷം അവൻ പഠനവും ഡിഗ്രിയും അതുവഴി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു കീബോർഡിസ്റ്റും കൂടെയാണ്. ഇങ്ങനെ എനിക്ക് 2 മക്കളെ തന്നു. എൻ്റെ വൈഫും കർത്താവിൻ്റെ വേലയിലാണ്. ഞങ്ങൾ ഇന്ന് 2 പേരും കാഞ്ഞിരംകുളത്ത് ഒരു സെക്ഷൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, രാവിലെ വരാൻ കഴിയത്തില്ല, വൈകുന്നേരം ഞങ്ങൾ കുടുംബമായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല സംരംഭമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ മൊമൻറ്റോ എനിക്ക് തരുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാനിതിന് അർഹനല്ല, ഞാനിതിന് യോഗ്യനല്ല. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരുടെ മക്കൾ ആരെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ രംഗപ്രവേശനം ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നൊരു തീരുമാനമെടുത്തിട്ടേ പോകാവൂ. അപ്പൻ പോയ പാതയിൽ എൻ്റെ കർത്താവിൻ്റെ പെട്ടകത്തെ ചുമക്കുവാൻ ഞാനും ഒരു തീരുമാനമെടുത്തിട്ട് പോകും. എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകളെ ഈ കാലഘട്ടങ്ങളിൽ വഴിതെറ്റിക്കൊണ്ടു പോകുന്ന തലമുറയ്ക്കകത്ത് നമ്മുടെ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അങ്ങനെ കൊടുക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. 2 മക്കളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. മിസ്പ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീം ഞങ്ങളുണ്ട്. ഈ 13 വർഷങ്ങളായി കവലകൾ സ്ട്രീറ്റ് മിനിസ്റ്റർ ചെയ്യുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാർക്കും അറിയാൻ കഴിയും. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്തു വരികയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സംഘാടകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് വാക്കുകളെ വിരാമം കുറിക്കുന്നു. ആമേൻ.